ഹായ് ഫ്രണ്ട്സ്, രഞ്ജീസ് കാഷ്വൽ ടോക്ക്, എ ടോക്ക് റിലേറ്റ് ടു ക്യാഷ്. നമ്മൾ ഇന്നലെ സംസാരിച്ചത് സേവിങ്സ് ആണ്. നമ്മൾ പലതരത്തിലുള്ള ഹാബിറ്റ്സ് ഉള്ള സേവിങ് ഹാബിറ്റ്സ് ഉള്ള ആൾക്കാരെ പറ്റി നമ്മൾ സംസാരിച്ചത്. റാൻഡം സേവേഴ്സ്, അതുപോലെ തന്നെ പെർസെൻറ്റേജ് സേവേഴ്സ്, അതുപോലെ തന്നെ നമ്മൾ സംസാരിച്ചത് അബ്സൊല്യൂട്ട് സേവേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഗോൾ ഓറിയൻറ്റഡ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏത് ടൈപ്പിലുള്ള സേവേഴ്സായിട്ട് നമ്മൾ മാറണം എന്നുള്ള കാര്യം സംസാരിച്ചത്. ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ ഒരു ഫോമില്ല. നമ്മൾ നോർമലി നമ്മൾ ഇൻകം ഉണ്ട്, അതിന് നമ്മൾ നോർമലി ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻകം ഉണ്ടാകും. അപ്പോൾ നമ്മളുള്ള ചിലവെല്ലാം ചെയ്യും, എക്സ്പെൻസസ് ഉണ്ടാകും. അതിനുശേഷം ബാക്കി എന്തെങ്കിലും വന്നാൽ മാത്രമേ നമ്മൾ സേവ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ടൊരു സേവിങ്സ് ഇല്ലാത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫോമുല മാറ്റുക. ആക്ച്വലി നമുക്ക് വേണ്ടത് ഹാവ് എൻ ഇൻകം ഓൾവേസ് ദ ഫസ്റ്റ് സേവ് ഫോർ ദ ഫ്യൂച്ചർ. അപ്പോൾ നമ്മൾ സേവ് ചെയ്യുക ഫ്യൂച്ചറിലേക്ക്, അതിനുശേഷം ഉള്ള കാര്യം മാത്രം എക്സ്പെൻസിലേക്ക് മാറ്റുക. കാരണം നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ടൊരു ഫിനാൻഷ്യലി നമ്മളുള്ളിൽ കൺട്രോൾ ഉണ്ടാവും. ഇപ്പോൾ നോർമലി പല ആൾക്കാരും വെൽത്ത് ക്രിയേഷന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ഫോർമുല ഇൻകം മൈനസ് എക്സ്പെൻസസ് ഈക്വൽ ടു സേവിങ്സ്. ഉള്ളത് മുഴുവൻ ചിലവാക്കിയിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഇനി മാറ്റുക, ആദ്യം നമ്മൾ കൃത്യമായിട്ട് സേവിങ്സിലേക്ക് ഒരു പാർട്ട് മാറ്റുക, അതിന് ശേഷമുള്ള എമൗണ്ട് മാത്രം നമ്മൾ എക്സ്പെൻസിലേക്ക് മാറ്റുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും. താങ്ക് യു സോ മച്ച്.